യഥാർത്ഥമായ ഈമാനും ഇസ്ലാമും ഉൾക്കൊണ്ട ഒരു വ്യക്തി, അവനാണല്ലോ മുസ്ലിം. മുസ്ലിം എന്ന് പറയുന്നത് ഒരു സമൂഹത്തിന്റെ പേരല്ല, ഒരു സമുദായത്തിന്റെ പേരല്ല, ഒരു ജനക്കൂട്ടത്തിന്റെ പേരല്ല, അതൊരു വ്യക്തിയുടെ പേരാണ്. ഒരു വ്യക്തിക്കാ മുസ്ലിം എന്ന് പറയാം. ആ പേര് അവന് കിട്ടണമെങ്കിലുള്ള അടിസ്ഥാനപരമായ യോഗ്യത എന്താ? അവന്റെ ജീവിതത്തെ അള്ളാഹുവിന് സമർപ്പിച്ചിരിക്കണം. അല്ലേ? ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിനോട് അള്ളാഹു കൽപ്പിച്ചു, അസ്ലിം അസ്ലിം, ഇബ്രാഹിമേ നീ മുസ്ലിം ആവ്, നിന്റെ ജീവിതത്തെ അള്ളാഹുവിന് കീഴ്പ്പെടുത്ത്. ഖാല, ഇബ്രാഹിം നബി മറുപടി പറഞ്ഞു, അസ്ലംതു ലിറബ്ബിൽ ആലമീൻ, സർവലോക രക്ഷിതാവായ റബ്ബിന് എൻ്റെ ജീവിതത്തെ ഞാനിതാ സമർപ്പിച്ചിരിക്കുന്നു. അവന് പറയുന്ന പേരാണ് മുസ്ലിം. വിശുദ്ധങ്ങളൊക്കെ വീട്ടിൽ പോയിട്ട് വിശുദ്ധ ഖുർആനിന്റെ പരിഭാഷ ഉണ്ടാകുമല്ലോ എല്ലാവരുടെ വീട്ടിലും. ആ വിശുദ്ധ ഖുർആനിലെ സൂറത്തുൽ ഹജ്ജ് ആ അധ്യായം ഒന്ന് എടുക്കുക. ഹജ്ജ് ആ അധ്യായത്തിലെ അവസാനത്തെ ഒരായത്തുണ്ട്. ആ അവസാനത്തെ ഒരായത്ത് പലവട്ടം നിങ്ങളൊന്ന് വായിക്കുക. ആരാണ് ഒരു മുസ്ലിം എന്ന് ആ ആയത്ത് നമുക്ക് ബോധ്യപ്പെടുത്തി തരും. ആരാണ് ഒരു മുസ്ലിം? ഒരു മുസ്ലിമായ ബാപ്പയുടെയോ ഉമ്മയുടെയോ മകനായി പിറന്നതുകൊണ്ടോ, അവൻ്റെ പേര് അറബിയിലായതുകൊണ്ടോ, അവൻ ഏതെങ്കിലും ഭാഷ സംസാരിച്ചത് കൊണ്ടോ, അവൻ്റെ വസ്ത്രധാരണത്തിൽ എന്തെങ്കിലും പ്രത്യേകമായ രൂപം സ്വീകരിച്ചതുകൊണ്ടോ, ഏതെങ്കിലും പ്രസ്ഥാനത്തിലോ പ്രത്യയശാസ്ത്രത്തിലോ സംഘടനയിലോ മെമ്പർഷിപ്പ് എടുത്തതുകൊണ്ടോ ഒരു വ്യക്തി മുസ്ലിം ആവുമോ? ആവൂല എന്ന് പഠിപ്പിച്ച മതമാണ് ഇസ്ലാം. ഒരു വ്യക്തിക്ക് മുസ്ലിം ആവണമെങ്കിൽ അവന്റെ ജീവിതത്തിനെ അവൻ അള്ളാഹുവിന് സമർപ്പിക്കണം, വിശ്വാസപരമായും കർമ്മപരമായും. എന്താണോ അള്ളാഹു തആല വിശ്വസിക്കാൻ പറഞ്ഞത് ആ കാര്യങ്ങൾ വിശ്വസിക്കുക. എന്താണോ അള്ളാഹു തആല പ്രവർത്തിക്കാൻ പറഞ്ഞത് ആ കാര്യങ്ങൾ പ്രവർത്തിക്കുക. എന്താണോ അള്ളാഹു ജീവിതത്തിൽ നിന്ന് മാറ്റി നിൽക്കാൻ ആവശ്യപ്പെട്ടത് ആ കാര്യങ്ങളിൽ നിന്ന് മാറി നിൽക്കുക. അങ്ങനെ അള്ളാഹുവിന് കീഴ്പ്പെട്ട് ജീവിക്കുക. അങ്ങനെ ജീവിക്കുമ്പോൾ എൻ്റെ ലാഭനഷ്ടങ്ങൾക്ക് പ്രസക്തിയില്ല, എൻ്റെ ഇഷ്ടാനിഷ്ടങ്ങൾക്ക് പ്രസക്തിയില്ല. എനിക്ക് ഇഷ്ടപ്പെട്ടതാണോ അല്ലേ, എനിക്ക് ലാഭമുണ്ടാകുമോ ഇല്ലേ, അതവിടെ പ്രശ്നമല്ല. അള്ളാഹു എന്താണോ പറഞ്ഞത് അതനുസരിക്കുക, അത് ജീവിതത്തിൻ്റെ ഭാഗമാക്കുക. ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിനോട് അങ്ങനെയാണ് അള്ളാഹു കൽപ്പിച്ചത്. നമ്മുടെയൊക്കെ വിശുദ്ധ ഖുർആനിൽ അൻകബൂത്ത് എന്നൊരു അധ്യായമുണ്ട്, എട്ടുകാലി എന്ന പേരിൽ. ആ അധ്യായം ആരംഭിക്കുന്ന 1-2 ആയത്തുകളുണ്ട്. ആ ആയത്തുകളിലൂടെ അള്ളാഹു പറയുന്നുണ്ട്, നാവുകൊണ്ട് ഞാനൊരു മുസ്ലിമാണ് എന്ന് പറഞ്ഞതിൻ്റെ പേരിൽ ഒരാളെ അള്ളാഹു മുസ്ലിമായിട്ട് പരിഗണിക്കുമെന്ന് നിങ്ങൾ ആരെങ്കിലും വിചാരിക്കുന്നുണ്ടോ? ഞാനും ഒരു മുസ്ലിമാണെന്ന് ഞാൻ അങ്ങോട്ട് പറഞ്ഞാൽ അതിൻ്റെ പേരിൽ അള്ളാഹുവിൻ്റെ അടുക്കൽ ഞാനൊരു മുസ്ലിമായിട്ട് പരിഗണിക്കപ്പെടുമെന്ന് ആരും വിചാരിക്കണ്ട. മറിച്ച് അള്ളാഹു പറഞ്ഞത്, അങ്ങനെ ഒരാൾ ഞാനൊരു മുസ്ലിമാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അള്ളാഹു അവനെ കഠിനമായ പരിശോധനയ്ക്ക് വിധേയമാക്കും. എന്താ പരിശോധന? ഇവന്റെ ജീവിതത്തെ അള്ളാഹ്ക്ക് സമർപ്പിച്ചിട്ടുണ്ടോ? അള്ളാന്റെ കൽപ്പനകൾക്ക് ഇവന്റെ ജീവിതത്തിൽ സ്ഥാനമുണ്ടോ? ഇവന്റെ ഇഷ്ടാനിഷ്ടങ്ങളെക്കാളേറെ അള്ളാഹുവിന്റെ കൽപ്പനകൾക്ക് ജീവിതത്തിൽ വില നൽകുന്നുണ്ടോ? നോക്കൂ നിങ്ങൾ, ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം ഞാൻ എൻ്റെ ജീവിതത്തെ അള്ളാഹ്ക്ക് സമർപ്പിച്ചു, ഞാൻ മുസ്ലിമായി എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോഴാ അള്ള പറഞ്ഞത്, എന്നാലേ നിന്റെ ഭാര്യയെയും മകനെയും വിജനമായ മരുഭൂമിയിൽ കൊണ്ടുപോയി ഉപേക്ഷിച്ച് നീ തിരിച്ചു പോരണം. ഇബ്രാഹിം നബി പറഞ്ഞോ, പടച്ചോനെ ആരാരുമില്ലാത്ത നാട്ടില് ഈ പാവം പെണ്ണിനെയും കുട്ടിനെയും കൊണ്ടുപോയി ആക്കിയാല് പിന്നെ ജീവൻ ഉണ്ടാവൂലല്ലോ, എനിക്കാകപ്പാടുള്ള ഓലല്ലേ, അതുകൊണ്ട് റബ്ബേ ഇന്ന അതിന് നിർബന്ധിക്കരുത് എന്ന് പറഞ്ഞില്ലല്ലോ. അള്ള പറഞ്ഞു, അദ്ദേഹം ചെയ്തു. കാലങ്ങൾക്ക് ശേഷം തൻ്റെ വിരലു പിടിച്ച് നടക്കുവാൻ മാത്രം തൻ്റെ മകൻ വളർന്നു വലുതായപ്പോഴാ അള്ളാന്റെ അടുത്ത കൽപ്പന, അറുക്കണം മകനെ. അള്ളാഹുവേ, ഈ വിറക്കുന്ന കൈകൊണ്ട് ഞാൻ എങ്ങനെ എൻ്റെ മകനെ അറുക്കും എന്ന ഒരു മറുചോദ്യം ഉണ്ടായില്ല. മകന്റെ കൈ പിടിച്ച് ബിനായിലെ കുന്നിൻ ചെരുവിലേക്ക് നടന്നു ഇബ്രാഹിം. എന്തിനാ? അള്ളാഹുവിൻ്റെ കൽപ്പന ഉണ്ടായാൽ ആ കൽപ്പന പൂർത്തിയാക്കുക. അതാണ് മുസ്ലിമായ ഒരു മനുഷ്യന്റെ അടിസ്ഥാനപരമായ അടയാളം, അല്ലേ? അവന്റെ പ്രിയപ്പെട്ടവരോട്, മുസ്ലിം ആവുക എന്ന് പറഞ്ഞാൽ പാരമ്പര്യമായിട്ട് ലഭിക്കുന്ന ഒരു പേരല്ല. ഹുവ സമ്മാക്കുമുൽ മുസ്ലിമീൻ, നിങ്ങൾക്ക് ആ പേര് നൽകുന്നത് അള്ളാഹുവാണ്. അത് വില്ലേജ് ഓഫീസർ തരേണ്ട പേരല്ല, മറ്റേതെങ്കിലും ഉദ്യോഗസ്ഥൻ സാക്ഷ്യപ്പെടുത്തേണ്ട പേരല്ല. ഞാൻ
മുസ്ലിമാണ് എന്ന് അള്ളാഹുവിൻ്റെ അടുക്കൽ ഞാൻ മുസ്ലിമായി പരിഗണിക്കപ്പെടണമെങ്കിൽ എൻ്റെ പേരോ മാതാപിതാക്കളോ അതിനെ സ്വാധീനിക്കുന്നില്ല. എൻ്റെ ജീവിതം, എൻ്റെ വിശ്വാസം അത് മാത്രമാണ് അതിനായിട്ട് പരിഗണിക്കപ്പെടുക. അപ്പൊ യഥാർത്ഥമായ മുസ്ലിമിൻ്റെ വിശ്വാസം, യഥാർത്ഥമായ മുസ്ലിമിൻ്റെ കർമ്മങ്ങൾ അതൊരു മനുഷ്യന്റെ ജീവിതത്തിൽ ഉണ്ടാകുമ്പോഴാണ് മുസ്ലിം എന്ന പേരിന് അവൻ അർഹനാകുന്നത്.